ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. എന്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറന്നു പോകല്ലേ. എന്നെ ഇതുവരെ സപ്പോർട്ട് ചെയ്ത നല്ലവരായ എല്ലാ കുട്ടികൾക്കും ഒരിക്കൽ കൂടെ താങ്ക് യു സോ മച്ച്. ഇനി നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പൊ ഞങ്ങൾ രാവിലെ തന്നെ ഒരുങ്ങി എങ്ങോട്ടാ ഇറങ്ങുന്നതെന്നാണോ വിചാരിക്കുന്നത്? കാണിച്ചു തരാം കേട്ടോ. വഴിയെ വന്നോളൂ എന്റെ കൂടെ, എവിടെയാന്ന് നമുക്ക് കാണാം. അങ്ങനെ ഞങ്ങൾ നേരെ പോകുന്നത്, ഞങ്ങൾ ഫാമിലി എല്ലാവരും ഉണ്ട് കേട്ടോ. ജിജോ ആണ് വണ്ടി ഓടിക്കുന്നത്. അങ്ങനെ ഇക്കായും ഞാനും മക്കളും ഞങ്ങളുടെ കൂടെ ഞങ്ങളുടെ ഉമ്മായും ഉണ്ട് കേട്ടോ. അപ്പൊ നമ്മുടെ തൃക്കുന്നപ്പുഴയാണ് ഇത് കേട്ടോ. അപ്പൊ അങ്ങനെ അതിന്റെ സൈഡിൽ കൂടെ ഞങ്ങൾ ഇങ്ങനെ പോവുകയാണ് കേട്ടോ. മനോഹരമായ സ്ഥലമാണ് കാണാൻ. അത് കാരണമാണ് ഞാൻ എപ്പോഴും ഇത് ആറാട്ടുപുഴ ഭാവമൊക്കെ വീഡിയോ എടുക്കുന്നത് കേട്ടോ. നല്ല മനോഹരമായ ഒരു പ്ലേസ് ആണ്. അങ്ങനെ പോയി 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 ഇരിക്കുമ്പോഴേക്ക് ഞങ്ങൾക്ക് വിശക്കുന്നുണ്ടായിരുന്നു. അപ്പൊ ഞങ്ങൾ വണ്ടി വെച്ച് കുറെ സ്നാക്സ് ഒക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ എടുത്ത് വെച്ച് കഴിച്ചിട്ടുണ്ടായിരുന്നു. ഇത് ആദിക്കാട്ടുളങ്ങര പള്ളിയാണ് കേട്ടോ. എല്ലാവർക്കും അറിയാം, ഞാൻ ജസ്റ്റ് കണ്ടപ്പോ ഒന്ന് എടുത്തന്നേ ഉള്ളൂ കേട്ടോ. പിന്നെ ഇടയ്ക്ക് ഞങ്ങൾ ക്രീമി ബണ്ണൊക്കെ എടുത്ത് വെച്ച് കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞങ്ങൾ ഉച്ചയാകുമ്പോഴേ അവിടെ എത്തത്തുള്ളൂ കേട്ടോ. അപ്പൊ ഞങ്ങൾ എങ്ങോട്ടാ പോകുന്നതെന്നാണ് വിചാരിക്കുന്നത്. ഞങ്ങൾ കൊട്ടാരക്കരയാണ് പോകുന്നത് കേട്ടോ. അപ്പൊ പോകുന്ന വഴിക്കുള്ള കുറെ വീഡിയോസ് ഒക്കെ ഞാൻ ഇങ്ങനെ എടുത്തതാണ്. അങ്ങനെ ഞങ്ങൾ വന്ന വീട്ടിൽ എത്തിയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ജിജോയുടെ വീട്ടിലാണ് വന്നിട്ടുണ്ടായിരുന്നത് കേട്ടോ. നമ്മുടെ സ്റ്റാഫാണ് ജിജോ. അപ്പൊ അവന്റെ വീട്ടിലാണ് ഞങ്ങൾ ഇന്ന് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പൊ അവന്റെ പപ്പയും മമ്മിയും ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഉച്ചയ്ക്ക് അവിടുന്ന് ഫുഡ് കഴിക്കണമെന്ന്. അങ്ങനെ ഞങ്ങൾ അവരുടെ വീട്ടിൽ വന്ന് കയറി ഉടനെ ആദ്യം ഞങ്ങൾക്ക് കേക്കൊക്കെ കട്ട് ചെയ്തുകൊണ്ട് അവരുടെ മമ്മി കൊണ്ട് തന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ജിജോ ഇരുന്ന് കഴിക്കുകയാണ് കേട്ടോ. ഇതാണ് ജിജോ, നമ്മുടെ സ്റ്റാഫാണ്. നമ്മുടെ കൂടെ വന്നിട്ട് 2 വർഷമായിട്ടുണ്ട് കേട്ടോ. അങ്ങനെ അതിനുശേഷം ഞങ്ങൾക്ക് ആദ്യം ബ്ലാക്ക് ടീ ഒക്കെ ഇട്ടുകൊണ്ട് തന്നിട്ടുണ്ടായിരുന്നു. ജ്യൂസ് വേണ്ടാന്ന് പറഞ്ഞു, കാരണം എല്ലാവർക്കും പനി ആയത് കാരണം ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾക്ക് ബ്ലാക്ക് ടീ മതിയെന്ന് പറഞ്ഞത് കാരണം ഞങ്ങൾ ആരും ജ്യൂസ് കുടിച്ചില്ല. എല്ലാവരും ബ്ലാക്ക് ടീ ആണ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അവരുടെ പപ്പായും മമ്മിയും ഒക്കെ വന്നു. പിന്നെ ഞങ്ങൾ ഉച്ചക്കത്തെ ലഞ്ചിന് റെഡിയായി. നല്ല അടിപൊളി ബീഫ് വരട്ടിയതും ചിക്കൻ കോഴിക്കാലിന്റെ ചിക്കൻ ഫ്രൈയും അതേപോലെ തന്നെ നല്ല തോരനും പിന്നെ നെയ്മീൻ മുളക് കറി വെച്ചതും പപ്പടവും അച്ചാറും എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പൊ എല്ലാം കൂടെ കൂട്ടി ഞങ്ങൾ ഒരു പിടി അങ്ങോട്ട് പിടിച്ചിട്ടുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫുഡ്. അപ്പൊ ഞാൻ എടുത്തത് എന്താണെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. ഇതാണ് എന്റെ പ്ലേറ്റിൽ ഉണ്ടായിരുന്നത്. അതിനുശേഷം പിന്നെ ഞങ്ങൾ ഈവനിങ് ഒക്കെ ആയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ കുറച്ച് പൂവമ്പഴമൊക്കെ കഴിച്ചു. പിന്നെ അവരുടെ പപ്പ ആണെങ്കിൽ ഫുഡൊക്കെ ഉണ്ടാക്കാൻ നല്ല അടിപൊളിയായിട്ട് ഫുഡൊക്കെ ഉണ്ടാക്കി. അങ്ങനെ ഞങ്ങൾക്ക് സവാള വട ഉണ്ടാക്കി തരുവാണ്. അങ്ങനെ സവാളക്കെല്ലാം റെഡി ആയിട്ടുണ്ട്. അങ്ങനെ സവാള വട നമുക്ക് ചായ ടൈം ആയിട്ടുണ്ട്. അതിന്റെ ഇടയ്ക്കുള്ള വീഡിയോസ് ഒന്നും ഞാൻ എടുത്തില്ല, കാരണം എനിക്ക് പനി ആയത് കാരണം എനിക്ക് വീഡിയോസ് ഒന്നും എടുക്കാൻ അത്ര മൂഡില്ല കേട്ടോ. അത് കാരണം ഞാൻ മാറി ഒരിടത്ത് തന്നെ കിടക്കുമായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ ചായയും സവാള വടയൊക്കെ കഴിച്ചു. കണ്ടില്ലേ, ഞാൻ പുറത്ത് വന്നിരുന്നാണ് കഴിച്ചത്. നല്ല രസമുണ്ട് ഇവരുടെ വീടിന്റെ പരിസരമൊക്കെ കാണാന്. ഞാൻ വെളിയിലിരുന്ന് കഴിക്കുന്നുണ്ടപ്പോ എല്ലാവരും പുറത്ത് വന്ന് ചായയും സവാള വടയൊക്കെ ആയിട്ട്. അതിനുശേഷം പിന്നെ ഞങ്ങൾ അവരുടെ വീട്ടിൽ നിന്ന് ഇറങ്ങുകയാണ് കേട്ടോ. അവരുടെ വീടിന്റെ വഴിയാണ് ഇവിടുന്ന് റോഡ് വരെ കേട്ടോ. അങ്ങനെ നമ്മൾ വണ്ടി ഇവിടാണ് പാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഞങ്ങൾ എല്ലാവരും ഇറങ്ങി വണ്ടിയിലോട്ട് കയറുകയാണ്. ഉമ്മായും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പൊ ഞങ്ങൾ എവിടെ പോയാലും ഞങ്ങളുടെ കൂടെ ഉമ്മായും വരുന്നുണ്ട് കേട്ടോ. ഉമ്മായും കൊണ്ടാണ് ഞങ്ങൾ പോകുന്നത്. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് നേരെ വന്നത് അവന്റെ സിസ്റ്ററിന്റെ വീട്ടിലോട്ടാണ് കേട്ടോ. സിസ്റ്റർ ഇവിടെ ഇല്ല, ഗൾഫിലാണ്. അപ്പൊ വീട് ചുമ്മാ ഞങ്ങളെ കാണിക്കാൻ വേണ്ടി കൊണ്ടുവന്നതാണ്. പുതിയ വീടായത് കാരണം ഞങ്ങളെ കാണിക്കാൻ വേണ്ടി കൊണ്ടുവന്നതാണ്. അപ്പൊ അവിടെ ക്യാമറയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് കണ്ടിട്ടുണ്ടായിരുന്നു ഞങ്ങൾ അവിടെ വന്നത്. പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചു വരുന്ന വഴിക്ക് ഞങ്ങൾ വഴിയെ നിർത്തി ഞങ്ങൾ സോഡാ സർബത്തൊക്കെ വാങ്ങിച്ചു കുടിച്ചു. അപ്പൊ എല്ലാവർക്കും ഒന്ന് ദഹിക്കാൻ വേണ്ടി എല്ലാവരും സോഡാ സർബത്ത് സാൾട്ടും അതുപോലെ തന്നെ സ്വീറ്റും ഒക്കെ വാങ്ങിച്ചു കുടിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാനും ഉമ്മായും വണ്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ടില്ല കേട്ടോ. ജിജോ ഞങ്ങൾക്ക് വണ്ടി കൊണ്ട് തന്നിട്ട് കാറിൽ കൊണ്ട് തന്നിട്ടുണ്ടായിരുന്നേ. അവൻ നമ്മുടെ വീട്ടിലെ ഒരു അംഗത്തെ പോലാണ്. അപ്പൊ അത് കാരണമാണ്. അങ്ങനെ ഞങ്ങള് രാത്രി വീട്ടിലോട്ട് വരികയാണ് കേട്ടോ. വരുന്ന വഴിക്കാണ് രാത്രി ആയിട്ടുണ്ടായിരുന്നു. അപ്പൊ അമ്മൂനും ഉജിക്കായ്ക്ക് ഒട്ടും വയ്യ കേട്ടോ. എന്റെ അക്കുന്റെ പനി അവർക്ക് 2 പേർക്കും ആയിട്ടുണ്ടായിരുന്നു. നേരെ ഞങ്ങൾ ഇനി പോകുന്നത് ഹോസ്പിറ്റലിലോട്ടാണ് കേട്ടോ. അമ്മൂനെ ഒന്ന് ആവി പിടിക്കുകയും ചെയ്യണം, ഇക്കായ്ക്ക് ഒരു ഇഞ്ചക്ഷൻ ഒക്കെ എടുക്കണം. അങ്ങനെ ഞങ്ങൾ നേരെ ഹോസ്പിറ്റലിൽ പോയി അമ്മൂന് ഒരു ഇഞ്ചക്ഷൻ ഒക്കെ എടുത്തു, ആവിയൊക്കെ പിടിച്ചു, ഇക്ക ഒരു ട്രിപ്പൊക്കെ ഇട്ടു. ഇതൊക്കെയാണ് എന്റെ ഇന്നത്തെ കുഞ്ഞു വീഡിയോ. ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറന്നു പോകരുത് കേട്ടോ. ഇതുപോലുള്ള അടിപൊളി വീഡിയോ നെക്സ്റ്റ് കാണുന്നത്. ബൈ ബൈ, താങ്ക് യു.